السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് അവകാശപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം മറ്റുള്ളവൻ കൈയടക്കി കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ വീട്ടിലേക്കുള്ള വഴി നമ്മുടെ ഒരു അയൽവാസി തടയപ്പെട്ടാൽ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? പലപ്പോഴും നമ്മൾ അവരോട് പോയി കച്ചറയുണ്ടാക്കി കേസുകളായിട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ അയൽവാസി ഒരുപക്ഷെ ഇവന്റെ സഹോദരന്മാരിൽപ്പെട്ടവരാകാം, ഇവന്റെ കുടുംബത്തിൽ പല ആളുകളിലും പെട്ടവരായിരിക്കാം. പക്ഷെ അതൊന്നും അവിടെ വകവെക്കാതെ, ഈ കുടുംബത്തിന്റെ ഒരു മഹത്വം വരെ മനസ്സിലാക്കാതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ കഴിയേണ്ടവരാണ് എന്ന് വരെ മനസ്സിലാക്കാതെ പല വലിയ വലിയ വിപത്തുകളിൽ പോയി ചാടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു കുടുംബ സ്വത്ത് അത് ഓഹരി ചെയ്യുന്ന വിഷയത്തിൽ നമ്മുടെ അവകാശങ്ങൾ പിടിച്ചു വെക്കുന്നവരുണ്ട്. പല മാതാപിതാക്കളും ഇന്ന് വല്ലാത്ത വിഷമത്തിലാണ്. മാതാപിതാക്കളുടെ കരങ്ങളിൽ നിന്ന് അവർക്ക് അവകാശപ്പെട്ട അവരുടെ ഭൂമി കൈവശപ്പെടുത്തിയ ഒരുപാട് മക്കളുണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആദായങ്ങളും ഉമ്മമാർക്കോ ഉപ്പമാർക്കോ നൽകാതെ അതെല്ലാം അവർ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇന്ന് നമ്മുടെ ഈ സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി നമുക്ക് അവകാശപ്പെട്ട ഏത് കാര്യങ്ങളാവട്ടെ, നമ്മുടെ മക്കളെ പലപ്പോഴും നമുക്ക് ഉപകാരപ്പെടാതെ വരാറുണ്ട്. മറ്റുള്ളവർ നമ്മുടെ മക്കളെ കൈയടക്കി വെച്ച ഒരു സാഹചര്യം വരാറുണ്ട്. നമ്മൾ എന്തു പറഞ്ഞാലും നമ്മുടെ മക്കൾ അനുസരിക്കൂല. അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വല്ലാത്ത പ്രാധാന്യം കൊടുക്കുകയും ഇങ്ങനെ തുടങ്ങി പല രൂപത്തിൽ നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അത് മറ്റുള്ളവർ തടയപ്പെടുക. ഇങ്ങനെ മറ്റുള്ളവർ തടഞ്ഞു വെച്ചാൽ നമ്മൾ അവരോട് വഴക്കിനോ അതല്ലെങ്കിൽ കേസിനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ വളരെ മഹത്വമേറിയ ഒരു ഇസ്മുണ്ട്. ആ ഇസ്മിനെ 4600 തവണ ഒരു ദിവസം നമ്മൾ ചൊല്ലുക. ഇങ്ങനെ 21 ദിവസം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ അവകാശങ്ങളിൽ ഏതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, ഏതെല്ലാം മറ്റുള്ളവൻ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ, അത് നമ്മളിലേക്ക് അള്ളാഹു തിരിച്ചു തന്നിരിക്കും. നമ്മൾ ചൊല്ലേണ്ട ഇസ്മേതാണ്, നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? യാ ഖാബിലു യാ അല്ലാഹ്, യാ ഖാബിലു യാ അല്ലാഹ് എന്ന ദിക്റിനെ 4600 തവണ എല്ലാ ദിവസവും 21 ദിവസം വരെ നമ്മൾ പതിവാക്കി ചൊല്ലുക. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം പോലും വിടാതെ 21 ദിവസം നമ്മൾ പരിപൂർണമായി അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് അവകാശങ്ങളിൽ നിന്ന്, നമ്മുടെ സമ്പത്തിൽ നിന്ന് എന്ത് മറ്റുള്ളവൻ പിടിച്ചു വെച്ചിട്ടുണ്ടോ, നമ്മുടെ ഭൂമിയിൽ നിന്ന് എന്തെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു നമുക്ക് തിരിച്ചു നൽകും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ആളുകൾക്ക് ക്യാഷ് കൊടുത്തിട്ട് അവരത് തിരിച്ചു തരാതെ നമ്മുടെ ആ സമ്പത്തിനെ പിടിച്ചു വെച്ച ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെ നമ്മുടെ ഏത് നിഅമത്തുകൾ മറ്റുള്ളവൻ അവകാശപ്പെടുത്തി വെച്ചിട്ടുണ്ടോ, കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ടോ, അത് നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഇസ്മാണ് യാ ഖാബിലു യാ അല്ലാഹ് എന്ന ഇസ്മ. ഇതല്ലാതെ കുടുംബങ്ങൾ തകരുന്ന രൂപത്തിൽ പല കാര്യങ്ങളിൽ നമ്മൾ ബന്ധപ്പെടുന്നവരാ. ഇങ്ങനത്തെ വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കാൻ ആത്മീയമായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാർഗമാണ്. അതല്ലാതെ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ബന്ധങ്ങളെയും എല്ലാറ്റിനെയും മറന്നുകൊണ്ട് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ വരാറുണ്ട്. നമ്മൾ മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുമ്പോൾ പല ആളുകളുടെയും വഴി നഷ്ടപ്പെട്ടത് അവരതിലൂടെ നടന്നോട്ടെ എന്നൊന്ന് ഒരു സഹായമായിക്കോട്ടെ എന്ന രൂപത്തിൽ നമ്മൾ നടക്കാനുള്ളൊരു അവകാശം കൊടുക്കും. ഒന്ന് നടന്നോട്ടെ, അതിൽ കൂടി നടന്നോട്ടെ, അവർ നടന്നു വെച്ചാൽ നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കും. പിന്നീട് കാലങ്ങളങ്ങ് കഴിയുമ്പോൾ മക്കളൊക്കെ വളർന്ന് വലുതായി അവർക്ക് ഈ കഥകളൊന്നും അറിയില്ല. പിന്നെ ആ വഴിക്ക് വേണ്ടി തർക്കങ്ങളാകും. ഇനി അങ്ങനെയല്ല, ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ മറ്റു കുടുംബം തയ്യാറാവില്ല. അവർ പറയും ഇന്നാലിന്ന ക്യാഷ് തന്നു കഴിഞ്ഞാൽ ആ സ്ഥലം, ആ റോഡിനുള്ള സ്ഥലം ഒന്ന് വിട്ടുകൊടുക്കണം. അപ്പൊ നമ്മൾ അവർക്ക് റോഡ് ആവശ്യമാണല്ലോ, അതുകൊണ്ട് അവിടെ നമ്മൾ അതിനെ അർഹിക്കാത്ത ഒരു വില, അവിടെ എന്ത് വിലയാണോ അതിനുള്ളത് അതിനേക്കാളും വില ഒരുപാട് കൂട്ടിയിട്ട് നമ്മൾ മേടിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ട് പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. ഈ വിഷമങ്ങളിൽ നിന്ന് നമ്മുടെ ഏത് രൂപത്തിലുള്ള അവകാശങ്ങളാണോ മറ്റുള്ളവന്റെ കരങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ടോ
അത് നമുക്ക് തിരിച്ചു കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ഇസ്മാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ അമലുകളെയും അല്ലാഹു സ്വഹീഹായ സ്വാലിഹായ അമലാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നു മുതൽ ഒരു കുടുംബങ്ങളിലും ഒരു ബന്ധങ്ങളിലും നമ്മൾ ഒരു വിള്ളൽ വീഴ്ത്താൻ പാടില്ല. എന്ത് അവകാശങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും. ആരോടും നമ്മൾ വഴക്കിന് പോകണ്ട, ഒരാളോടും നമ്മൾ കച്ചറക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ സമ്പത്തോ നമ്മുടെ മക്കളോ നമ്മുടെ ഭൂമിയോ എന്ത് വേണമെങ്കിലും, വഴിയാവട്ടെ ഏത് വിഷയത്തിലാവട്ടെ, എന്ത് അവർ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാത്തിനെയും തിരിച്ചു നൽകാൻ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ജീവിതത്തിൽ പതിവാക്കുക. അതിന് അല്ലാഹു നമുക്ക് ഫലം നൽകിയിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.